സിനിമയെ വെല്ലുന്ന കഥയാണ് സെയ്ഫ് അലി ഖാന്റെ കേസിൽ നടക്കുന്നത്. സെയ്ഫ് അലി ഖാനെ ആക്രമിച്ച കേസിൽ പോലീസ് പ്രതിയെ വിശദമായി ചോദ്യം ചെയ്യുകയാണ്. 20 സംഘങ്ങളായി തിരിഞ്ഞ് പോലീസ് അന്വേഷണം നടത്തിവരുന്നു. ആക്രമണത്തിന് ശേഷം പ്രതി രക്ഷപ്പെടുന്ന CCTV ദൃശ്യങ്ങൾ പോലീസ് ഇന്നലെ പുറത്തുവിട്ടിരുന്നു. മോഷണ ശ്രമത്തിനിടെയാണ് ആക്രമണം നടന്നതെന്ന് സെയ്ഫ് അലി ഖാന്റെ മക്കളുടെ കാര്യങ്ങൾ നോക്കുന്ന മലയാളി നഴ്സ് ഏലിയമ്മ ഫിലിപ്പ് പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. ഇവരാണ് പ്രതിയെ ആദ്യം കാണുന്നതും നേരിട്ടതും. നടന്റെ ഇളയ മകനെ ആക്രമിക്കാൻ പ്രതി ശ്രമിച്ചു. ചെറുക്കാൻ ശ്രമിച്ചതോടെയാണ് താനും ആക്രമിക്കപ്പെട്ടത്. എന്താണ് വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ പണമെന്ന് പറഞ്ഞു. എത്ര വേണമെന്ന് ചോദിച്ചപ്പോൾ 1 കോടിയെന്നും പ്രതി പറഞ്ഞതായി ഏലിയാമ്മ മൊഴി നൽകി. പ്രതിയെ കണ്ടാൽ തിരിച്ചറിയുമെന്നും ഏലിയാമ്മ പ്രതികരിച്ചു. അതേസമയം മുംബൈ പോലീസ് പറയുന്നതനുസരിച്ച് അക്രമിക്ക് സെയ്ഫ് അലി ഖാന്റെ വീട്ടിലെ ജീവനക്കാരിൽ ഒരാളുമായി ബന്ധമുണ്ട്. അവരാണ് വീട്ടിലേക്ക് കയറാൻ സഹായിച്ചത്. നിലവിൽ ജീവനക്കാരെയും ചോദ്യം ചെയ്തു വരുന്നു. കെട്ടിടത്തിനുള്ളിലെ CCTV ക്യാമറയിൽ അക്രമിയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞിരുന്നു. അതേസമയം മുംബൈ ലീലാവതി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന നടന്റെ ആരോഗ്യനില മെച്ചപ്പെട്ടു. ദിവസങ്ങൾക്കുള്ളിൽ ആശുപത്രി വിടാനാകുമെന്നാണ് പ്രതീക്ഷ. ഇന്നലെ നട്ടലിന്റെ ഭാഗത്ത് ശസ്ത്രക്രിയ നടത്തിയിരുന്നു. കത്തിയുടെ ഭാഗം നീക്കം ചെയ്തു. മറ്റു പരിക്കുകളിൽ പ്ലാസ്റ്റിക് സർജറി അടക്കം പൂർത്തിയായിട്ടുണ്ട്. നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.